ഹായ് ഹലോ. ഇന്നൊരു പൊതു അവധിയായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി നമ്മുടെ VS അച്യുതാനന്ദൻ, നമ്മുടെ സഖാവ് VS മരിച്ചു. അപ്പം അതിൻ്റെ പൊതു അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു അവധി ദിവസം, അതായത് ഞങ്ങളുടെ പൊതു അവധി ഇങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും അമ്മയും ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് വീടെല്ലാം വലിച്ച് വാരി ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ ഒതുക്കിയായിരുന്നു, ബാക്കിയൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടി കുറേയൊക്കെ ഞാൻ കുറച്ച് ഒതുക്കിയുള്ളൂ, അമ്മയാണ് കൂടുതൽ ഒതുക്കിയ കേട്ടോ. അങ്ങനെ ഞാൻ തുണിയൊക്കെ ഒതുക്കുകയാണ്. ഏട്ടൻ വെളിയിൽ പറക്കി കുറേ വെച്ചിരുന്നു, അതെല്ലാം ഞാൻ ഇരുന്ന് ഒതുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേട്ടോ, ഇത് കുറേ ചുരിദാറിൻ്റെ തുണികളാണ്, ചുരിദാർ മെറ്റീരിയൽസ് ഇല്ലേ, അതാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് എനിക്ക് എൻ്റെ ചാച്ചൻ വാങ്ങിച്ചു തന്നതാണ് ഇതൊക്കെ. പക്ഷെ ഇതുവരെയായിട്ട് ഞാൻ ഇത് ചുരിദാർ അടിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചാൽ അത് മോൾക്ക് എന്തെങ്കിലും ഫ്രോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവാടയോ മിഡിയും ടോപ്പായിട്ടൊക്കെ തയ്ച്ച് വെച്ചാൽ അവൾക്ക് ബുധനാഴ്ചകളിൽ കളർ ഡ്രസ്സാണ്. അപ്പോൾ അവൾക്കത് കൊണ്ടുവന്ന് വെച്ച് ഇത് കണ്ടോ മൊത്തം വലിച്ചു വാരി ഇട്ടേക്കാണ്. അതിൻ്റെ ഇടയിലാണ് മക്കളുടെ കളിയും. മൊത്തം പൊടി അടിച്ച് എല്ലാത്തിനും ജലദോഷമായി കേട്ടോ. ഓൾറെഡി എനിക്ക് ജലദോഷമാണ്, അതാണ് എൻ്റെ വോയിസ് ഇങ്ങനെ കയറിയുന്നത് കേട്ടോ. അങ്ങനെ വേണ്ടാത്ത പ്ലാസ്റ്റിക് അങ്ങനെയുള്ളതൊന്നും കത്തിച്ചിട്ടില്ല. വേണ്ടാത്ത കുറേ അഴുക്ക് സാധനങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാവരും കൂടി വൃത്തിയാക്കലിൽ നിന്നാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ വിചാരിച്ച അടുക്കളയിലേക്ക് കയറാമെന്ന്. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ തയ്യാറാക്കണമല്ലോ, അപ്പം അതിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട പുളി അപ്പയ്ക്ക് കിട്ടിയ പുളിയാണ് കേട്ടോ. അപ്പോൾ ആ പുളിയൊക്കെ ഞാൻ കുറച്ച് പൊട്ടിച്ചൊക്കെ വെച്ചു. അമ്മ ദാണ്ട് ഇവിടെ തകർപ്പൻ പണിയാണ്. ഇത് അമ്മ സാരി മടക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ്, തുണികൾ ഒതുക്കുകയാണ് അവിടുത്തെ. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു കുറച്ച് മീനൊക്കെ എടുത്ത് കറി വെക്കാം. മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഈ മീൻ മുരളെന്നങ്ങാണ്ടാന്ന് കേട്ടോ പറയുന്നത്, തിരുവനന്തപുരത്ത്. എനിക്ക് ശരിക്കും എൻ്റെ പേര് മുരളെന്നങ്ങാണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചു. അതിന് ആ മീനിന് വേണ്ടി ഞാൻ മുളക് പറിക്കാൻ വേണ്ടി വന്നു കേട്ടോ. മുളക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നല്ല മണമുള്ള മുളകുണ്ടല്ലോ, ഉണ്ടമുളക്, അതാണ്. നല്ല മണമാണ് ഇതിൻ്റെ മുളക്. നമ്മൾ മീൻ കറിക്കകത്തിട്ട മീൻ കറി തിളയ്ക്കുമ്പോൾ ഒരു മണം വരും, സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ ആ മുളകാണ്. പക്ഷെ പഴുത്തൊത്തിരി നിൽപ്പുണ്ടായിരുന്നു ഇതിലേ. ഇപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പം പൊട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ പൊട്ട് പറിച്ചിട്ട് 2-3 പൊട്ട് പറിച്ചിട്ട് കറിക്കകത്ത് ഇടാമെന്ന് വെച്ചു. ഇതുണ്ടാകുമ്പോൾ നല്ല പ്രത്യേക ഒരു മണം വരുമേ. അപ്പോൾ അതാണ് ഞാൻ 2-3 പറിച്ചു. കണ്ടോ, നിറച്ച് പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും നോക്കിയില്ല, അടിയിലോട്ടൊക്കെ നോക്കിയേ. അല്ലെങ്കിൽ അടിയിലോട്ടൊക്കെ ഒത്തിരി പഴുത്ത് നിൽക്കുന്ന കാണാം മുളക്. പക്ഷേ അതിനകത്തോട്ടൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഇത് ഒത്തിരി ഇട്ട ഏട്ടന് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ അതിൽ 2 പറിച്ചെടുത്തിട്ടുള്ളൂ, 2 പറിച്ചെടുത്തു. പിന്നെ വീട്ടിൽ നേരത്തെ പറിച്ച മുളക് 2 ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി അതിൻ്റെ കൂടെ ഇടാമെന്ന് വെച്ചേ. അപ്പം മീൻ കറിക്ക് താണ്ട് ഇവിടെ തക്കാളിയും മുരിങ്ങയ്ക്കയും അതുപോലെ തന്നെ പുളിയും അതെല്ലാം ഇട്ടാണ് കറി വെക്കുന്നത്. ഞാൻ ഈ മീൻ കറിയുടെ ഒരു വീഡിയോ ഇട്ടേക്കാമേ. അപ്പം ആ മീൻ കറിയുടെ റെസിപ്പി ഒന്ന് ഇട്ടേക്കാം. അതിൻ്റെ കൂടെ മീൻ കറിയുടെ കൂടെ സാമ്പാർ, രാവിലെ വെച്ച് സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ അതാണ്ട് കുറച്ച് പച്ചക്കറിയുടെ കൂടെ കിട്ടിയ നീളം പയറില്ലേ, അതുകൂടി തോരൻ വെച്ച്, അങ്ങനെ മീൻ കറിയും തോരനും സാമ്പാറൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കയറി കിടന്നുറങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒതുക്കിപ്പറക്കെല്ലാം കഴിഞ്ഞിരുന്ന്. അപ്പം ഉച്ച വരെ ഇതായിരുന്നു ഞങ്ങളുടെ പൊതു അവധി. ടാറ്റാ ബൈ ബൈ, സീ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നത് വരെ.